വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ മാത്രം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്, കാർ ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ളൊരു മിസ്റ്റേക്കാണ്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ന്യൂട്രലിലേക്ക് വീഴും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് സെക്കൻഡ് താഴെയാണ് കിടക്കുന്നത്, പക്ഷേങ്കിൽ ചേർത്ത് താഴോട്ട് ഇടുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് വീടില്ല, ന്യൂട്രലിലേക്ക് വീഴും. ഇനി അതുപോലെ തന്നെ ഇനി സെക്കൻഡിൽ നിന്ന് തേർഡൊക്കെ ഇടുന്ന സമയത്തും വലിച്ചൊക്കെ ഇടും, പക്ഷേങ്കിൽ ചിലപ്പോൾ ന്യൂട്രലിൽ വന്ന് കിടക്കുന്ന സാഹചര്യം വരാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അറിയാതെ ന്യൂട്രലിലേക്ക് വീഴാതെ പ്രോപ്പറായിട്ട് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതെ ഡ്രൈവിങ്ങിൽ അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗിയർ കറക്റ്റായിട്ട് ഇടാൻ കഴിയും. ന്യൂട്രലിലേക്ക് വീണിട്ട് വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള മടി ഒക്കെ ഒഴിവായി പ്രോപ്പറായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഡ്രൈവ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്കിലും ക്ലച്ചിലും കാല് വരുന്നു. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ നിങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പം ന്യൂട്രൽ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സിറ്റുവേഷനിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക, മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. അതായത് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തേർഡ് ഗിയറിലേക്ക് വീഴത്തില്ല. തേർഡ് ഗിയർ ഈ ഫസ്റ്റ് ഗിയറിനോട് ചേർന്നാണ് കിടക്കുന്നത്. അതായത് ഈ മേളിലെ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് 3 ഗിയറുകളുണ്ട്. അപ്പോൾ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ കൈ ചേർത്ത് പിടിക്കുക, എന്നിട്ട് മേളിലേക്ക് ഇടുക. അപ്പം ഫസ്റ്റ് ഗിയറിലേക്ക് ഞാൻ ഇട്ടു, എന്നിട്ട് ക്ലച്ച് എന്ന് അയക്കുന്നു. പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഗിയറിലേക്ക് നിങ്ങൾ ഇടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫസ്റ്റ് ന്യൂട്രൽ ദെൻ സെക്കൻഡ് എന്ന് ഓർക്കുക. അതായത് ആദ്യം ന്യൂട്രലിൽ വന്നിട്ട് സെക്കൻഡിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാനിവിടെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുന്നു. ഓക്കെ, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഞാൻ ന്യൂട്രൽ പോയിന്റ്, ഇപ്പോൾ സെക്കൻഡ് ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു, വീണ്ടും ഒന്നുകൂടെ കാണിക്കാനാണ്. ന്യൂട്രലിലേക്ക് വരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുന്നു, ഫസ്റ്റ് ഇടുന്നു. അപ്പോൾ തെറ്റത്തില്ല, കറക്റ്റ് ഫസ്റ്റ് ഇടാം. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് അയച്ചു വരുന്നു, ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ എടുത്തു, ആക്സിലറേഷൻ കൊടുത്തു, വണ്ടിക്ക് ആദ്യം ഒരു മൂവ്മെൻറ്റ്സ് നൽകുക, എന്നിട്ട് ആക്സിലറേഷൻ നമ്മൾ കുറയ്ക്കുന്നു, എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു, ഫസ്റ്റ് ന്യൂട്രൽ, എന്നിട്ട് സെക്കൻഡ്. കണ്ടോ? അപ്പോൾ നമുക്ക് കറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് തന്നെ ചേർത്തിടാം. അതിൻ്റെ കാര്യം എന്താണ്, ന്യൂട്രൽ വന്നു എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് സെക്കൻഡ് ഇടാൻ കഴിയും. പലരും എന്ത് ചെയ്യും, സെക്കൻഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വലിച്ച് താഴോട്ട് അങ്ങ് ഇടും, ന്യൂട്രൽ എന്ന് പറയുന്ന കാര്യം അങ്ങോട്ട് മറന്നു പോകും. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ന്യൂട്രലിലേക്ക് സെക്കൻഡ് ഇടുന്ന സമയത്ത് വീഴുന്നത്. ഓക്കെ, ഇനി തേർഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, തേർഡ് ഇടുന്ന സമയത്ത് 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതായത് ന്യൂട്രലിലേക്ക് വീണ് വണ്ടി മുന്നോട്ട് നീങ്ങാതിരിക്കാൻ ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, തേർഡ് ഇടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ പിടിക്കണം. അതായത് ലിവറിൽ ഇങ്ങനെ കൈ പിടിക്കണം. ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആദ്യം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആകുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ന്യൂട്രൽ. ഓക്കെ, ന്യൂട്രൽ വന്നല്ലോ, അപ്പോൾ ലിവർ കറക്റ്റ് സെൻറ്റർ ആയിട്ടായിരിക്കും വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ഗിയർ വീഴും. അതായത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ, എന്നിട്ട് തേർഡെന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഗിയർ ഇടുമ്പോൾ നമുക്ക് തേർഡ് ഗിയർ ക്ലിയർ ആകും. തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക. ആവറേജ് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലച്ച് പിടിക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. അതായത് ലിവറിൽ ഇങ്ങനെ കൈ പിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ന്യൂട്രൽ. ഓക്കെ, ലിവർ കറക്റ്റ് സെൻറ്റർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുന്ന സമയത്ത് ലിവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അത് സെൻട്രലായിട്ടായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ ന്യൂട്രൽ വന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, തൊട്ട് താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് ഫോർത്ത് ഇടാൻ കഴിയും. അതായത് ഫസ്റ്റ് തേർഡിൽ നിന്ന് ന്യൂട്രൽ, അതിനുശേഷം ഫോർത്ത് എന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് വന്നു. ഇനി
നിങ്ങൾക്ക് 5th ഗിയറിലേക്ക് ഇടേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 5th ഗിയറിലേക്ക് ഇടുന്ന സാഹചര്യത്തിലും നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഈ രീതിയിൽ തന്നെ പിടിച്ചാൽ മതി. ഓക്കെ, ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ വണ്ടി, 2 സൈഡ് നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, ഇനി 5th ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ, എന്നിട്ട് കൈ ഇങ്ങോട്ട് ചേർക്കുക. ഓക്കെ, ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് 5th. അപ്പം കറക്റ്റ് 5ാമത്തെ ഗിയറിലേക്ക് നമുക്ക് ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ പോവാണ്. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങളെ ഞാൻ ക്ലിയർ ആക്കി കാണിച്ചു തരാം. ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 5th നിന്നിടുന്ന സമയത്ത് കൈ ഇങ്ങനെ തന്നെ പിടിക്കണം. 4th നമുക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൈ എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ ലിവർ പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ. ഓക്കെ, ന്യൂട്രലിലേക്ക് വന്നു. ലിവർ കറക്റ്റ് സെൻറ്ററിലായിരിക്കും വരുന്നത്. 5th നിന്ന് നമ്മൾ താഴോട്ട് വലിച്ചിടുമ്പോൾ ലിവർ സെൻറ്ററിലായിരിക്കും വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് തൊട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4th ഇടാം. കണ്ടോ, 4th നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. ഇനി 4th നിന്ന് 3rd ഇടുന്ന സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, ഫസ്റ്റ് തൊട്ട് മേളിലേക്ക് ന്യൂട്രൽ. ഓക്കെ, എന്നിട്ട് 3rd എന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ 3rd നിന്ന് നമുക്ക് 2nd കൊടുക്കണം. എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ കൈ എന്ത് ചെയ്യുക? ഇങ്ങനെ തിരിയുക. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ന്യൂട്രൽ, എന്നിട്ട് എന്ത് ചെയ്യണം? ലിവർ ഇങ്ങോട്ട് ചേർത്തിട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ നമുക്ക് 2nd ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും. ഇനി 1st ഗിയറിലേക്ക് ഇടുമ്പോഴോ ഫസ്റ്റ് ന്യൂട്രൽ, അതിനുശേഷം തൊട്ട് മേളിലേക്ക് ഇങ്ങനെ ചേർത്തിടുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ക്ലിയർ ആയിട്ട് തന്നെ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ ഒരു കാരണവശാലും തെറ്റത്തില്ല. അറിയാതെ ന്യൂട്രൽ ഗിയറിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വീഴത്തുമില്ല. ഇനി അതുപോലെ നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, അതും കൂടെ വീഡിയോയിൽ പറയാം. നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പം 3rd നിന്നോ 4th നിന്നോ ഡയറക്റ്റ് 1st ഗിയറിലേക്ക് ഇടും. അപ്പം നമുക്ക് ന്യൂട്രലിലേക്ക് വീഴുന്നത് എങ്ങനെ ഒഴിവാക്കാം? അതും സിമ്പിളാണ്. ഇപ്പോൾ 3rd പോവാണ്. 3rd പോകുമ്പോൾ നമുക്ക് വണ്ടി സ്ലോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി ബ്രേക്ക് വന്ന് ഞാൻ സ്ലോ ചെയ്തു, മുന്നിലൊരു ഗട്ടറോ എന്തെങ്കിലും കുഴിയൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ സ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നെ നിങ്ങൾ കൈ പിടിക്കണം 3rd നിന്ന്, എന്നിട്ട് ഇങ്ങനെ ന്യൂട്രൽ വന്നിട്ട് കൈ ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇടുക. അതായത് ഫസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ച് 3rd നിന്ന് ഡയറക്റ്റ് ന്യൂട്രലിലേക്ക് ഇടുക. എന്നിട്ട് 1st ഇടുന്ന സമയത്ത് കൈ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെരിച്ച് പിടിക്കുക, നേരെ മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ 1st ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ആദ്യം ന്യൂട്രൽ എന്നുള്ളത് കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഫസ്റ്റ് ന്യൂട്രൽ, അതായത് 1st ഗിയറിൽ നിന്ന് 2nd ഇടുമ്പോൾ ഫസ്റ്റ് ന്യൂട്രൽ 2nd, ഇനി 2nd നിന്ന് 3rd ഇടുമ്പോൾ 2nd ന്യൂട്രൽ 3rd, ഇനി 3rd നിന്ന് 4th ഇടുമ്പോൾ 3rd ന്യൂട്രൽ 4th. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ ന്യൂട്രൽ പോയിന്റ് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരും. അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.